സങ്കീർത്തനം വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. കഴിഞ്ഞ ദിനങ്ങളിലും നമ്മൾ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞു. 1 മുതൽ അതിൻ്റെ 9 വരെയുള്ള വേദഭാഗങ്ങൾ പൊതുവിലുള്ള കാര്യങ്ങളും ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വിധങ്ങളുമൊക്കെ അയവിറക്കിക്കൊണ്ടുള്ള ഒരു ഭാഗമായിട്ട് കാണാൻ പറ്റും. സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കിയതും കാൽനടയായിട്ട് അവർ നദി കടന്നതും ദൈവം തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു, അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. ഇതൊക്കെ ഇസ്രായേൽ മക്കളുടെ പ്രയാണവേളകളിൽ അവരനുഭവിച്ച സത്യങ്ങളാണ്. അപ്പോൾ തന്നെ പൊതുവിൽ ദൈവജനത്തിന് കർത്താവ് പകർന്നു കൊടുക്കുന്ന ദൈവകൃപ, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്, ഇത്യാദി കാര്യങ്ങളെയാണ് 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളുടെ വിശദാംശങ്ങൾ. 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ വ്യക്തിപര ജീവിതത്തിലെ പരിശോധനകളെയാണ് പരാമർശിക്കുന്നത്. വ്യക്തിപര ജീവിതത്തിൽ താൻ കടന്നുപോയ പരിശോധനകൾ. ഇനി അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധനാനന്തരം താൻ എടുക്കുന്ന ചില നിലപാടുകളും ദൈവകൃപ അനുഭവിച്ചതിൻ്റെ ശ്രേഷ്ഠത പൊതുജനത്തോട് പ്രസ്താവിക്കുന്നതുമൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. കുറഞ്ഞ പക്ഷം ഈ സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായിട്ട് എങ്കിലും നമുക്ക് തിരിച്ച് പഠിക്കുവാനായിട്ട് പറ്റും. വേഗത്തിൽ നമുക്ക് അതിൻ്റെ 13 മുതലുള്ള വേദഭാഗത്തിലേക്ക് വന്ന് 1, 2, 3 കാര്യങ്ങൾ വേഗത്തിൽ ശാന്തമായിട്ട് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. 10 മുതൽ നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ചിന്തിച്ചതാണ്. 10 മുതൽ അതിൻ്റെ 12 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധനകളുടെ 6 വ്യത്യസ്ത രീതികളെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാതെ അറിയാം എന്നുള്ള നിലയിൽ പരിചിതമാണ്. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അനന്തരം വെള്ളി ഊതിക്കഴിക്കും പോലെ ഊതിക്കഴിച്ചിരിക്കുന്നു. പിന്നെ അടുത്തത് പറയുന്നു, വലയിൽ അകപ്പെടുത്തി മുതുകത്ത് വലിയ ഭാരം വെച്ച് മനുഷ്യരെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഇങ്ങനെ 6 വിധ വ്യത്യസ്ത പരിശോധനയുടെ തലങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അനുഭവിക്കുന്ന ഭക്തനെയാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുക. ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകൾ ഒന്നും പുതുമയുള്ള കാര്യമല്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് പരിശോധനകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിപരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇങ്ങനെ പരിശോധനകളെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒരു നീക്കുപോക്ക് ഇല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. കഷ്ടതകൾ നമ്മുടെ സന്തത സഹചാരികളായി, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പക്വതയ്ക്കായും ആത്മീക ജീവിതത്തിൻ്റെ ശിക്ഷണത്തിനായും നമ്മുടെ വ്യക്തിപര ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനായിട്ടുമൊക്കെ ദൈവം അനുവദിക്കുന്ന ശോധനകളെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ഇത്തരത്തിലെ ശോധനകളിൽ ചിലർ പിന്മാറിപ്പോകുന്നു, ചിലർ ദൈവത്തെ തള്ളിപ്പറയുന്നു, ചിലർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുവാൻ അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ ശോധനകളെ വ്യത്യസ്ത നിലകളിലാണ് പലരും കൈകാര്യം ചെയ്യുന്നത്. 66-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നല്ല ചില നിലപാടുകൾ ശോധനയിൽ കൂടി കടന്നു പോകുന്ന ഭക്തന്മാർക്ക് മാതൃകയായി പറഞ്ഞിട്ടുണ്ട്. അതിലെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദാവീദ് കടന്നുപോയതുപോലെയോ ഇയ്യോബ് കടന്നുപോയതുപോലെയോ അത്തരം കഠിനമേറിയ ശോധനകളൊന്നും നമ്മളിൽ പലർക്കും ഒരുപക്ഷെ നേരിടുന്നുണ്ടാവില്ല. എന്നാൽ ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്നത് പോലെ ഓരോരുത്തർക്കും അവരവരുടെ സഹനത്തിന്റെ ശേഷി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ പറയപ്പെട്ട ഈ വചനത്തിൽ നിന്ന്
ശോധന നമുക്ക് കഠിനമായി തോന്നുമ്പോൾ അകന്നു പോകരുത്, അടുത്തു വരാനിടയാകണം. തള്ളിപ്പറയരുത്, കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയാനിടയാകണം. അതിന് നമ്മളെ പര്യാപ്തമാക്കുന്ന ചില ചിന്തകളാണ് ദാവീദ് ഇവിടെ തന്റെ പരിശോധനയുടെ വേളകളിൽ മാതൃകയായി ഇവിടെ കുറിച്ചിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം, ശോധനയുടെ വേളകളിലുള്ള ദാവീദിന്റെ ഒന്നാമത്തെ നിലപാട് 13-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും, എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. അടുത്ത വാക്യം, ഞാൻ കഷ്ടതയിൽ ആയിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെയും സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. ശോധനയുടെ വേളകളിൽ ദാവീദ് എടുത്ത ഒന്നാമത്തെ നിലപാട് വിടുതലിന്റെ ദിവസങ്ങളെ താൻ മുൻപിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ശോധന കൊണ്ട് ഞാൻ തീർന്നു പോകത്തില്ല, ഈ പ്രതിസന്ധിയിൽ ഞാൻ അസ്തമിച്ചു പോകത്തില്ല, ഈ രോഗക്കിടക്ക എന്റെ അവസാനമല്ല, ഈ കടബാധ്യത എന്റെ അസ്തമനമല്ല, ഇതിനപ്പുറത്തൊരു വിടുതലിന്റെ ദിവസം എന്റെ മുൻപിൽ വരുന്നുണ്ട്. അപ്പൊ പരിശോധനയുടെ വേളയിൽ ദാവീദ് വിടുതലിന്റെ ദിവസങ്ങളെ മുൻപിൽ കണ്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, നൊമ്പരപ്പെട്ട ശോധനയുടെ സന്ദർഭം താൻ അകത്ത് ചില പ്ലാൻ തയ്യാറാക്കി. ഈ കഷ്ടത കഴിയുമ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് താൻ തയ്യാറാക്കി. അത് പ്രതീക്ഷയുള്ള ഒരാൾക്ക് മാത്രമേ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ ചെയ്യാനുള്ളത് പരിശോധനയുടെ നടുവിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ വിടുതലിന്റെ ദിവസങ്ങളെ മുൻപിൽ കാണുന്ന ഒരാൾക്കേ പറ്റുകയുള്ളൂ. യേശു കർത്താവിലും ഇതുപോലെ ഒരു മാതൃക നമുക്ക് കാണാം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. അപ്പൊ യേശു കർത്താവിനറിയാം, യേശു കർത്താവ് കഷ്ടം അനുഭവിക്കേണ്ട ഒരു സമയമുണ്ട്, ശിഷ്യന്മാർ തന്നെ വിട്ട് മാറിപ്പോകുന്ന ഒരു സമയമുണ്ട്, ആപാദചൂടം തന്റെ തിരുശരീരം മാനവകുലം തല്ലിത്തകർക്കുന്ന ഒരു സമയമുണ്ട്, ഗദസ്സമനയിൽ പിടിക്കപ്പെടുമെന്നും ഗബദയിൽ തകർക്കപ്പെടുമെന്നും ഗോൽഗോദയിൽ തറയ്ക്കപ്പെടുമെന്നും അസ്ഥികളുടെ ബന്ധം വിടുമെന്നും താൻ മരണത്തിന് വിധേയപ്പെടുമെന്നും കല്ലറയിൽ 3 ദിവസം താന് അടക്കം ചെയ്യപ്പെട്ടിരിക്കണമെന്നും ഇതെല്ലാം യേശുവിന് നന്നായിട്ടറിയാമായിരുന്നു. 26-ാമത്തെ അധ്യായം 32-ാം വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കാം. മത്തായി സുവിശേഷം 26:32. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. ഇവിടെയും കർത്താവ് പ്ലാൻ ചെയ്യുകയാണ്. താൻ മരിക്കാൻ പോകുന്നു, കഷ്ടമനുഭവിക്കാൻ പോകുന്നു, മാനവകുലം തന്നെ തല്ലി തകർക്കുവാൻ പോകുന്നു, താൻ ഒറ്റപ്പെടുവാൻ പോകുന്നു. പക്ഷെ കല്ലറയ്ക്കകത്ത് താന് തീരുമെന്നല്ല യേശുവിന്റെ പ്രതീക്ഷ. താൻ 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ചിലപ്പോൾ നമ്മളെ പരിമിതപ്പെടുത്തിയേക്കാം, ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം, ചിലപ്പോൾ നമ്മളെ ആരും അറിയാത്ത ഇടങ്ങളിൽ ഒതുക്കിക്കളഞ്ഞേക്കാം. പക്ഷെ കർത്താവിന് പദ്ധതിയുള്ളവൻ കല്ലറയ്ക്കകത്തൊതുങ്ങത്തില്ല, പരിമിതികൾക്കകത്തൊതുങ്ങത്തില്ല, പരിശോധനയ്ക്കകത്ത് തീരത്തില്ല. അനുഭവിച്ച കഷ്ടതകൾക്കപ്പുറം നിങ്ങൾക്ക് നല്ല ചില ദിനങ്ങളുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കണ്ണുനീരിന്റെ താഴ്വരകളുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ദൈവമൊരുക്കുന്ന ചില ശ്രേഷ്ഠതകൾ നമ്മുടെ ലൈഫിലുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഇരുന്നു കൊണ്ട് നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവപ്രവൃത്തികൾ അനുഭവിച്ചു കഴിയുമ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയണം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.
അപ്പൊ ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ നിങ്ങൾക്ക് മുൻപേ എവിടേക്ക് പോകും? കണ്ടോ, ഇത് മരിക്കുന്നതിന് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രസ്താവനയാണ്. എന്ന് വെച്ചാൽ മരണം കൊണ്ട് ഞാൻ അസ്തമിക്കത്തില്ല, മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം ചെയ്യാനുള്ളത് കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്തു. ഇന്ന് പകലിൽ ഒന്നാമത്തെ സന്ദേശം പരിശോധനയിൽ കൂടി കടന്നു പോകുന്നവർക്കുള്ളത് വിടുതലിന്റെ ദിവസങ്ങളെ മുൻപിൽ കാണുക. രണ്ടാമത്തെ വസ്തുത 13 വാക്യത്തിൽ കാണാം. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. എപ്പോഴാണ് ഈ നേർച്ച നേർന്നത്? ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു, എൻ്റെ വായാൽ നേർന്നു. അപ്പോ രണ്ടാമത്തെ വസ്തുത, വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ നേർച്ചകളെയെല്ലാം ഞാൻ എന്ത് ചെയ്യും? പൂർത്തീകരിക്കും. എന്തു നേർന്നോ അത് ഞാൻ നടപ്പിൽ വരുത്തും. അതായിരുന്നു തൻ്റെ രണ്ടാമത്തെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്ന്, വിടുതലിന്റെ ദിവസങ്ങളെ മുൻപിൽ കാണണം. രണ്ട്, അങ്ങനെ ചില ദൈവപ്രവൃത്തി കർത്താവ് നമുക്ക് നൽകി തരുമ്പോൾ നാം എടുത്ത തീരുമാനങ്ങൾ പാലിക്കുമെന്ന പരസ്യ പ്രഖ്യാപനമാണ് പരിശോധനയിൽ ദാവീദ് ചെയ്ത രണ്ടാമത്തെ തന്റെ തീരുമാനം. ഒന്ന്, കണ്ടു. രണ്ട്, ചെയ്യേണ്ട കാര്യം ഇന്നിന്നതാണ് എന്നവൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനത്തിനു മാത്രമേ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. സ്തോത്രം. ബേത്ലഹേമിലേക്ക് നവോമിയും മരുമകളും കൂടി മടങ്ങി വരുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ഈ നല്ല വാർത്ത കേട്ടുകഴിഞ്ഞും, എന്ന് വെച്ചാൽ ഏത് നല്ല വാർത്ത? അവര് വിട്ട ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചു, ആഹാരം കൊടുത്തു എന്ന വർത്തമാനം കേട്ടപ്പോൾ വേണമെങ്കിൽ അവർക്ക് മോവാബിൽ തുടരാമായിരുന്നു. എന്നാൽ അവരൊരു തീരുമാനം ചെയ്തു, ഇറങ്ങിപ്പോന്ന ബേത്ലഹേമിലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെല്ലും. അതവരുടെ തീരുമാനമാണ്. ആ ഒരൊറ്റ തീരുമാനമല്ലേ മോവാബിയ സ്ത്രീയായിരുന്ന രൂത്തിന്റെ പേര് യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് എഴുതി ചേർക്കാൻ കാരണം? 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ പഴയ നിയമത്തിൽ നിയമം അനുവദിക്കാത്ത ഒരു തലമുറയ്ക്കകത്ത് പെട്ടുപോയവൾ യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് ഇടം തേടാൻ കാരണം അവളുടെ തീരുമാനമാണ്. ഇന്ന് പകൽ നാം എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ മുൻപിലെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി. ഏതൊരു കാര്യത്തിനും നമുക്കൊരു തീരുമാനമുണ്ടാകണം. ആ തീരുമാനം ചില പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാൻ ഇടയുണ്ടാക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിലും അങ്ങനെ ഒരു തീരുമാനം കാണാം. പത്രോസും കൂടെ ഉള്ളവർ എന്താ പറഞ്ഞത്? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഈ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് ദൈവാത്മാവുള്ള, നിറവുള്ള, ജ്ഞാനമുള്ള, കൃപയുള്ള 7 പേരെ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും. അതൊരു തീരുമാനമായിരുന്നു. അന്ന് വരെ നിലവിൽ നിന്ന ഒരു പ്രോബ്ലം ആ തെരഞ്ഞെടുപ്പ് കൊണ്ടും ആ തീരുമാനം കൊണ്ടും അവിടെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ പരിശോധനയുടെ സന്ദർഭങ്ങളിൽ ഒന്ന്, വിടുതലിന്റെ ദിവസങ്ങളെ മുൻപിൽ കാണുക. രണ്ട്, കർത്താവ് ആ വിടുതൽ നമുക്ക് ചെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ കാലേ കൂട്ടി തീരുമാനിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 15-16 വാക്യങ്ങൾ. 15 വായിക്കേണ്ട, 16-ാമത്തെ വാക്യം. സകല ഭക്തന്മാരും ആയുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ശോധനകളുടെ നടുവിൽ കടന്നുപോയ ഭക്തന് അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ പുറം ലോകത്തോട് പറയാൻ ദൈവം ഒരു സന്ദേശം കൊടുത്തു. ഒരിക്കലും ഒരു കഷ്ടത നിങ്ങളുടെ ലൈഫിൽ വെറുതെ വന്നു കയറി പോകത്തില്ല. മറ്റുള്ളവരെ ഉറപ്പിക്കാനുള്ളത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ളത്,
ചിലരെ പണിതെടുക്കാനുള്ളത്, ചിലർക്ക് കൈത്താങ്ങലാകാനുള്ള ചില സന്ദേശങ്ങൾ ദൈവം നമ്മുടെ അകത്ത് ഇടുന്ന അമൂല്യമായ സന്ദർഭങ്ങളാണ് നമ്മുടെ വേദനകളുടെ സമയം. ഇവിടെ ഭക്തൻ പറയുന്നു, വന്നു കേൾക്ക്, എന്റെ വേദനയുടെ നടുവിൽ നിങ്ങളോട് പറയാൻ ദൈവം എന്റെ അകത്തൊരു സന്ദേശം ഇട്ടിട്ടുണ്ട്. ആ സന്ദേശം പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ് ഇവിടെ ദാവീദ്. അതേ പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ദൈവത്തെക്കുറിച്ച് ഒരനുഗ്രഹീത ചിത്രം തന്റെ അകത്ത് കിട്ടി. ഈ ശോധനയുടെ വേള എന്താണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത? പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കുന്ന ദൈവം, തള്ളിക്കളയാത്ത ദൈവം, ദയ എങ്കിൽ നിന്നെടുക്കാത്ത ദൈവം. ശോധനയുടെ വേളകളിൽ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് തനിക്ക് കിട്ടി. അത് പൊതുവിന്റെ മുൻപിൽ പരസ്യമായി പറയാൻ താൻ ഇവിടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുമ്പം ശാന്തമായിട്ടൊന്ന് പരിശോധിച്ചേ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, നൊമ്പരങ്ങൾ എന്താണെന്ന് അടുത്തിരിക്കുന്ന ഒരാൾക്കറിയത്തില്ലായിരിക്കാം. നാം അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങൾ പലർക്കും അറിയാം. പക്ഷെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നൊമ്പരങ്ങൾ നമ്മളല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഈ ശോധനകളുടെ, ഈ നൊമ്പരങ്ങളുടെ വേളകളിൽ ദാവീദിനെ പോലെ വിടുതലിന്റെ ചില ദിനങ്ങളെ മുൻപിൽ കാണുക. ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുക. വേദനയുടെ സന്ദർഭം കർത്താവ് നിങ്ങളുടെ അകത്ത് തന്നെക്കുറിച്ചും നിങ്ങളുടെ അനുഭവത്തിലും നൽകി തന്ന വെളിപ്പാടുകൾ പൊതുജനത്തിന് മുൻപാകെ സാക്ഷ്യമായി പറയാൻ തീരുമാനിക്കുക. അതാണ് നമ്മുടെ ശോധനകളെ നമുക്ക് നന്മയാക്കി മാറ്റാനുള്ള വഴി. കർത്താവിനോട് അടുക്കുക, സാന്നിധ്യത്തോട് അടുക്കുക, പരിജ്ഞാനം കൂട്ടുക. പ്രതിസന്ധികൾ നമ്മളെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെ കൂടുതൽ കർത്താവിനോട് പറ്റിച്ചേരുമാറാക്കട്ടെ. ഇതാണ് ഈ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ ഭാഗത്തിലെ സന്ദേശം. അതിന് സർവശക്തൻ നമുക്കേവർക്കും കൃപയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. So